ഗുഡ് മോർണിംഗ്. കട്ടൻ ചായ 153 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ തന്ന സഹായ സഹകരണങ്ങൾക്ക് നന്ദി പറയുന്നു. നിങ്ങൾ തന്ന സബ്സ്ക്രൈബേഴ്സ് 4330 പേരായതിൽ സന്തോഷിക്കുന്നു. എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾക്കൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് കറുവാപ്പട്ട, ഏലക്ക, തേയില, മധുരം, വെള്ളം എന്നിവയാണ്. സ്റ്റാർട്ട് ചെയ്യാം. ചായ അനത്തുന്ന പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. ആദ്യമായിട്ട് കാണിക്കുന്നത് സ്റ്റൗ ആണ്. നെക്സ്റ്റ് ഐറ്റം കാണിക്കുന്നത് വെള്ളം, 2 ഗ്ലാസ് വെള്ളം. നെക്സ്റ്റ് ഐറ്റം ചെരുവൻ, ഫിൽറ്ററിങ് യൂണിറ്റ്, അതിൽ ഒരു സ്പൂണ്, ഒരു ഫിൽറ്റർ, ഒരു മഗ്. ഇത് കപ്പ് ചായ എടുക്കാനുള്ളത്. ഇത് ചായ ഇല മീൻസ് തേയില, ലിപ്റ്റൺ കമ്പനിയുടെ ഡാർജിലിംഗ് ബ്രാൻഡ്, അതാണ് ഈ കാണുന്നത്. ഷുഗർ ഫ്രീ സ്വീറ്റ്നർ, പഞ്ചസാര രഹിത മധുരം. ഇത് 2 സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞ് സ്പൂണാണ്. 2 കുഞ്ഞ് സ്പൂൺ = 2 വലിയ സ്പൂൺ പഞ്ചസാര. ഇത് ഏലക്ക ചതച്ച് അരച്ച് പൊടിച്ച് വെച്ചിരിക്കുന്നത്. സിന്നമൺ പൗഡർ പൊടിച്ചത്, സിന്നമൺ പൗഡറാണിത്. അതായത് കറുവാപ്പട്ടയുടെ പൊടി. മൊത്തത്തിലൊന്ന് കാണിക്കുകയാണ്. സ്റ്റൗ തീ കൊളുത്തി അതിലേക്ക് ചെരുവൻ എടുത്തു വെച്ചു. വെള്ളം ഒഴിച്ചു. 2 ഗ്ലാസ് വെള്ളം കൃത്യമായിട്ട് ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് എൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഏലക്കായും കറുവാപ്പട്ടയും ഇടുന്നു. ഇന്ന് ഇഞ്ചിയില്ല. ഏലക്കായും കറുവാപ്പട്ടയും അതിലേക്ക് ഇടുകയാണ്. ഇട്ടതിന് ശേഷം തിളയ്ക്കാൻ അനുവദിക്കുന്നു. നന്നായിട്ട് വെള്ളം വെട്ടിത്തിളയ്ക്കുന്നവരെ ചൂടാക്കണം. നന്നായിട്ട് വെള്ളം തിളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. കറുവാപ്പട്ടയുടെ പൊടിയാണിത്. ഏലക്കായും കറുവാപ്പട്ടയുടെ പൊടിയും ഇട്ട് വെള്ളം തിളപ്പിക്കുകയാണ്. അതൊന്ന് ഇളക്കി റെഡിയാക്കി എടുക്കുകയാണ്. ഇനി ഇത് തിളച്ച് വരുന്നവരെ സ്വല്പം സംസാരിക്കാം. ഇൻ്റർവെൽ അല്ല, സ്വല്പം ഈ വെള്ളം തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യുകയാണ്. ഈ പ്രോഗ്രാം കാര്യം നിസ്സാരമാണെങ്കിലും ഇത് ഷൂട്ട് ചെയ്ത് അതിന് ഓഡിയോ കൊടുക്കുന്ന കാര്യം ഇച്ചിരി പ്രയാസമാണ്. എഡിറ്റിങ് പ്രയാസമില്ല, പക്ഷേ സൗണ്ട് കൊടുക്കുന്നതിൽ സ്വല്പം ബുദ്ധിമുട്ട് വരുന്നുണ്ട്. സംസാരിക്കാൻ ഉള്ള ടാലൻറ്റ് കുറവായതുകൊണ്ടാണ് എനിക്കങ്ങനെ ബുദ്ധിമുട്ട് വരുന്നത്. ഈ പരിപാടി നടത്തുന്നത് കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ടാണ്. കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഓരോ വീഡിയോ ഇടണം എന്നുള്ളൊരു രീതിയുണ്ടല്ലോ. എല്ലാ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ്ടിലും സംക്രാന്തിക്കും വീഡിയോ ഇട്ടാൽ പോരാ, റെഗുലറായിട്ട് വീഡിയോ ഇടണം. അതായത് ഇതിൻ്റെ കാഴ്ചക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അതാണ് ഈ കൺസിസ്റ്റൻസിന് ആവശ്യം വരുന്നത്. അതായത് എല്ലാ ദിവസവും കൃത്യമായിട്ടൊരു ദിവസം വീഡിയോ ഇടുന്ന ഒരാളാണെങ്കിൽ, അതായത് എല്ലാ ദിവസവും, അതായത് രാവിലെ 9 മണിക്ക് ഇടുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ആ 9 മണിയാകുമ്പം സ്ഥിരം പ്രേക്ഷകർ വെയിറ്റ് ചെയ്യും. ഇന്ന് കട്ടൻ ചായ കണ്ടില്ലല്ലോ. അപ്പോൾ അത് വരാതിരിക്കാനായിട്ടാണ് ഈ പ്രോഗ്രാം. പിന്നെ ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ വീട്ടിൽ തന്നെ നിന്ന് ചെയ്യുന്നതാണ്. ഇതിന് വേണ്ടി ഷൂട്ടിങ്ങിന് വേണ്ടി പുറത്തെങ്ങും പോകേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ പ്രോഗ്രാമാണ്. ആ ഒരു സിമ്പിൾ പ്രോഗ്രാം പോലും ചെയ്യാനായിട്ട് എന്തോരം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പൊടിയിടണം. അതിനുവേണ്ടി വെള്ളം തിളയ്ക്കാനായിട്ട് കാത്തു നിൽക്കുകയാണ്. നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കട്ടെ. നന്നായിട്ട് തിളച്ചെങ്കിൽ ആ കറുവാപ്പട്ടയുടെയും ഏലക്കായുടെയും ആ മണം അതിലേക്ക് വെള്ളത്തിലേക്ക് വരികയുള്ളൂ. അപ്പം നമ്മൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു. കെടുത്തി മീൻസ് ഫ്ലെയിം ഓഫ് ചെയ്തു. അതിലേക്ക് തേയില ഇട്ടു. ഇനി ഇത് കുറച്ച് സമയത്തേക്ക് അതിനെ ഐഡിയലായിട്ട് വിട്ടേക്കണം. അതായത് അതിനെ ഒന്ന് ഉപദ്രവിക്കാതിരിക്കണം. അതിനൊരു നിയമമുണ്ട്.
2 മിനിറ്റ് വയ്ക്കാം, വേണേൽ 3 മിനിറ്റ് വയ്ക്കാം, അല്ല 5 മിനിറ്റ് വയ്ക്കാം. കവർ വിത്ത് എ ലിഡ് ആൻഡ് ബ്രൂ ഫോർ 3 to 5 minutes എന്നാണ് എഴുതിയിരിക്കുന്ന നിയമമാണത്. കമ്പനിയുടെ റൂൾ അനുസരിച്ച് നമ്മളതിനൊരു 3 മിനിറ്റ് ഞാനിപ്പോൾ അതിനെ റെസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. റെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അനക്കാതിരിക്കുന്നത് അടച്ചു വെച്ചിരിക്കുക ഒരു കവർ കൊണ്ട്. അതായത് ഒരു പാത്രത്തിൻ്റെ പിഞ്ഞണിയുണ്ട് മൂടി അതിന്. 3 മിനിറ്റിന് ശേഷം തുറക്കാം. അപ്പോൾ നമ്മൾ ഫിൽറ്റർ ചെയ്യാനുള്ള അതിലേക്ക് പാത്രത്തിലേക്ക് 2 സ്പൂൺ മധുരം എടുത്തു വച്ചിരുന്നത് അതിലേക്കിട്ടു. ഫിൽറ്റർ ചെയ്യാനുള്ള അരിപ്പ റെഡിയാക്കി വെച്ചു. ചൂടുള്ള പാത്രമാണ്, അതിനാൽ അത് ചിമ്മിറ്റി ഉപയോഗിച്ച് പിടിച്ച് ഫിൽറ്ററിങ് സിസ്റ്റത്തിലേക്ക് ഒഴിച്ചു. അപ്പം ചായ അരിച്ചു. അതാണ് ചായ ഫിൽറ്റർ ചെയ്യുന്ന സിസ്റ്റമാണ്. സിസ്റ്റം മീൻസ് അത് നമ്മുടെ 3 കൈ ഒരു സമയം പ്രവർത്തിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇതിന് സിസ്റ്റം എന്ന് ഞാൻ പേരിട്ടിരിക്കുന്നത്. ചായ നന്നായിട്ട് നല്ല കളറായിട്ടുണ്ട്. മീഡിയം കളറാണിത്. നന്നായിട്ട് ആകുന്നുണ്ട്. ഇതിനെ ഈ കപ്പിലേക്ക് പകരുന്നു. ഈ ഒരു കപ്പ് ചായ ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ ശ്രമിച്ചത്. ഈ ഒരു ചായ കപ്പ് ഇവിടെ നിന്ന് എടുത്തിട്ട് അപ്പുറത്തെ മുറിയിൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് സജ്ജമാക്കിയിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി വയ്ക്കുന്നു. ഇവിടുന്ന് എടുത്തു അപ്പുറത്ത് കൊണ്ട് വെച്ചു. ടേബിളിൻ്റെ പുറത്ത് വെച്ചു. ഇനി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ആദരവോടുകൂടി ബൈബിൾ കൊണ്ടുവന്ന് വെച്ചു. ബൈബിൾ അവിടെ കപ്പിനടുത്ത് കൊണ്ട് വെച്ചു. ഇത് വളരെ പ്രാർത്ഥനയോടും വളരെ ആദരവോടും കൂടി ചെയ്യുന്നൊരു പരിപാടിയാണ്. അതായത് ബൈബിൾ വായിക്കുന്നതിന് വേണ്ടിയിട്ട്, ബൈബിൾ വായിച്ചതിന് ശേഷം കുടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചായയാണത്. ഇതിലേക്ക് നമുക്ക് വചനം തരുന്നത് ഫാദർ മാത്യു വയലാമണ്ണിൽ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന ജൂലൈ 12 നടന്ന പ്രോഗ്രാമാണ്. ജൂലൈ 12 അന്നായിരുന്നു ഞാനിത് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇന്നത്തെ വചനം ഉൽപ്പത്തിയിലെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 2-ഉം 13-ാം അധ്യായത്തിൽ 2, 3, 4 എന്നീ തിരുവചനങ്ങളാണ്. അതാണിപ്പോൾ ബൈബിളിൽ നമ്മൾ കാണുന്നത്. ഇതിൽ നിന്ന് നോക്കി വായിക്കാൻ വേണ്ടി നമ്മളൊരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. വായിക്കാം. ഉൽപ്പത്തിയിലെ പുസ്തകം അധ്യായം 12 2-ാമത്തെ തിരുവചനം. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിൻ്റെ പേര് ഞാൻ മഹത്തമമാക്കും, അങ്ങനെ നീ ഒരനുഗ്രഹമാകും. ഉൽപ്പത്തി 13 2 മുതലുള്ള തിരുവചനങ്ങൾ. അബ്രഹാമിന് ധാരാളം കന്നുകാലികളും സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു. അവൻ നെഗബിൽ ബഥേൽ വരെയും ബഥേലിയും ആയിക്കുമിടയ്ക്ക് താൻ മുമ്പ് കൂടാരം അടിച്ചതും ആദ്യമായി ബലിപീഠം പണിതവുമായ സ്ഥലം വരെ യാത്ര ചെയ്തു. അവിടെ അബ്രാം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. വചനം ഇവിടെ തീർന്നു. കർത്താവെ, ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവരോടും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം. ശുഭം. ഗുഡ് ലക്ക്.